നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദിനപലിശ അതായത് ഡെയിലി അലവൻസസ് കണക്കാക്കുന്നതിന് നിലവിലുള്ള 7ാം കമ്മീഷൻ നടപ്പിലാക്കിയ രീതിയിൽ മാറ്റം വരുത്താനാണ് നീക്കം നടക്കുന്നത്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ച് ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. 2025 ജനുവരിയിൽ പ്രഖ്യാപിച്ച കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം പുതിയ ശമ്പളഘടന 2026 ജനുവരി 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇതിനൊപ്പം നിലവിലുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 മുതൽ 3.25 വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇത് നടപ്പിലായാൽ സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വർധനവുണ്ടാവും. ശമ്പള വർധനവിനൊപ്പം യാത്രാ അലവൻസുകൾ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, വിവിധ അലവൻസുകൾ, കാശ്മീരിലും മറ്റ് പ്രത്യേക മേഖലകളിലും ജോലി ചെയ്യുന്നവർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയിലും മാറ്റങ്ങൾ വരുത്താനാണ് സാധ്യത. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും വികാസ ലക്ഷ്യങ്ങളും മുന്നിൽ നിർത്തി തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലയിലെയും ശമ്പളഘടനകളെയും ഭാവിയിൽ സ്വാധീനിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ നേരിടുന്ന സാമ്പത്തിക ബാധ്യതകൾ പരിഗണിച്ച് ജനുവരി മുതൽ ഘട്ടം ഘട്ടമായി പുതിയ ശമ്പളക്രമം നടപ്പിലാക്കാനുള്ള സാധ്യതയും അധികൃതർ പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 2026 ജനുവരി മുതൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വർഷത്തിൽ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇത്തരം പ്രധാന വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.